വീണ്ടും വെടിനിർത്തൽ കരാർ ലംഘിച്ചു പാകിസ്ഥാൻ. യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് അതിർത്തിയിൽ പാകിസ്ഥാൻ വെടിയുതിർത്തത്. ജമ്മു കാശ്മീരിലെ നയതന്ത്ര രേഖയിൽ പാകിസ്ഥാൻ സൈന്യം തുടർച്ചയായ 5ാം രാത്രിയും വെടിനിർത്തൽ കരാർ ലംഘിച്ചിരിക്കുകയാണ്. ഇതിന് ശക്തമായ ഭാഷയിൽ തന്നെ തിരിച്ചടിക്കുമെന്ന് ഇന്ത്യ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. കുപ്വാര, ബാരാമുള്ള ജില്ലകൾക്ക് എതിർവശമുള്ള പ്രദേശങ്ങളിലും അക്നൂർ സെക്ടറിലും നിയന്ത്രണ രേഖയ്ക്ക് കുറുകെ പാകിസ്ഥാൻ സൈന്യം പ്രകോപനമില്ലാതെ തന്നെ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വെടിവെക്കാൻ തുടങ്ങുകയായിരുന്നു. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകരർ 26 പേരെ കൊലപ്പെടുത്തിയ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നുകൊണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായിരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നത്. ആക്രമണത്തെ തുടർന്നുകൊണ്ട് ജമ്മു കാശ്മീരിൽ സുരക്ഷാ സേന ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതോടെ തന്നെ പാകിസ്ഥാനിൽ നിന്നുള്ള വെടിനിർത്തൽ ലംഘനങ്ങൾ പതിവായിരിക്കുകയാണിപ്പോൾ. വ്യവസ്ഥാപിതമായ പ്രകോപന രീതികളാണ് ഇവയിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ സെൻസിറ്റീവ് അതിർത്തിയിൽ ഉയർന്ന പ്രവർത്തന സന്നദ്ധ നിലനിർത്തിക്കൊണ്ട് തന്നെ സാധാരണക്കാർക്ക് ഏറ്റവും കുറഞ്ഞ ആഘാതം ഉറപ്പാക്കിക്കൊണ്ട് അതിൽ ഇന്ത്യൻ സൈന്യം വേഗതയിലും ഫലപ്രദവുമായ പ്രതികരണമാണ് നൽകിയിരിക്കുന്നത്. അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനുമായുള്ള വെടിനിർത്തൽ കരാർ റദ്ദാക്കുന്നതിനെ കുറിച്ച് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടായേക്കുമെന്നും സർക്കാർ വൃത്തങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് CNN വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ നിയന്ത്രണ രേഖയിലും അന്താരാഷ്ട്ര അതിർത്തിയിലും പാകിസ്ഥാൻ തങ്ങളുടെ പ്രതിബദ്ധത പാലിക്കുന്നതിൽ പരാജയപ്പെട്ടതിനാലാണ് ഇന്ത്യ ഈ നീക്കം പരിഗണിക്കുന്നതും. 2021 ഫെബ്രുവരിയിലെ വെടിനിർത്തൽ കരാർ ഉണ്ടായിരുന്നിട്ട് പോലും പാകിസ്ഥാൻ വളർത്തുന്ന ഭീകര സംഘടനകളായ ലഷ്കർ ഇ തോയ്ബ, ജെയ്ഷെ മുഹമ്മദ്, ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്നിവ ജമ്മു കാശ്മീരിലേക്ക് നുഴഞ്ഞു കയറുന്നത് തുടരുകയാണ്. സ്പൈനർ ആക്രമണങ്ങളിലൂടെയും ഷെല്ലാക്രമണങ്ങളിലൂടെയും പാകിസ്ഥാൻ പലവട്ടമാണ് വെടിനിർത്തൽ കരാർ ലംഘിച്ചിരിക്കുന്നതും. 2023-നും 2024-നും ഇടയിൽ അത്തരം സംഭവങ്ങൾ വർദ്ധിച്ചു വരികയാണ് എന്നും കേന്ദ്രം വ്യക്തമാക്കുന്നുണ്ട്. അതിർത്തിയിൽ സമാധാനം ഉറപ്പിക്കാൻ 2021 ഫെബ്രുവരി 25-ന് ഇരു രാജ്യങ്ങളും വെടിനിർത്തൽ കരാർ പുതുക്കിയത്. മാത്രമല്ല ജമ്മു കാശ്മീരിലെ അക്നൂരിൽ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിക്കുകയും അതുപോലെ തന്നെ അതിർത്തിയിൽ ഒരു സൈനികന് വീരമൃത്യു വരിക്കേണ്ടി വരികയും ചെയ്തു. ഭീകരർക്ക് നുഴഞ്ഞു കയറാൻ വേണ്ടി പാക് സൈന്യം വെടിയുതിർത്തതാണ് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നതും. നിയന്ത്രണ രേഖ മറികടന്നുകൊണ്ട് നുഴഞ്ഞു കയറിയ ഭീകരരെ കണ്ടെത്താൻ ഉധംപൂർ, കിഷ്ത്വാർ ജില്ലകളിലായി സുരക്ഷാ സേന തിരച്ചിൽ നടത്തി വരികയായിരുന്നു. അതിനിടയിലായിരുന്നു പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായതും. അതേസമയം കിഷ്ത്വാർ ജില്ലയിലെ ചിത്രോയിൽ നെയ്ഗം വനമേഖലയിൽ ജെയ്ഷെ മുഹമ്മദ് കമാൻഡർ അടക്കം 3 ഭീകരരെ സുരക്ഷാ സേന വധിച്ചുവെന്ന റിപ്പോർട്ടുകളടക്കം പുറത്തു വന്നിരുന്നു. ജെയ്ഷെ കമാൻഡർ സെയ്ഫുള്ള, ഫർമാൻ ഭാഷ എന്നിവരെയായിരുന്നു വധിച്ചത്. കൊല്ലപ്പെട്ട ഭീകരരുടെ തലയ്ക്ക് 5 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഏപ്രിൽ 9-നാണ് മേഖലയിൽ സുരക്ഷാ സേന പരിശോധന ആരംഭിച്ചതും. സെയ്ഫുള്ളയെ വെടിവെച്ച് കൊലപ്പെടുത്തിയ ശേഷം നടത്തിയ തിരച്ചിലിൽ മറ്റ് 2 ഭീകരരെ കൂടി കണ്ടെത്തുകയും ചെയ്തിരുന്നു. കരസേന, അർദ്ധ സൈനിക വിഭാഗത്തിലെ കമാൻഡർമാർ, അതുപോലെ CRPF, ജമ്മു കാശ്മീർ പോലീസ്, അതുപോലെ SOG എന്നിവർ സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലാണ് 3 ഭീകരരെ വധിച്ചിരിക്കുന്നത്. ഏറ്റുമുട്ടൽ നടന്ന സ്ഥലത്ത് നിന്ന് വൻതോതിൽ ആയുധ ശേഖരങ്ങളും അതുപോലെ വെടിക്കോപ്പുകളും സ്ഫോടക വസ്തുക്കളും എന്നിവ സുരക്ഷാ സേന കണ്ടെത്തുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.